നമസ്കാരം. നാട്ടുരാജ്യം ന്യൂസിലേക്ക് സ്വാഗതം. കുമാരമംഗലം വാർത്തകൾ. കുമാരമംഗലത്ത് ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞുവെച്ചു. കുമാരമംഗലം പഞ്ചായത്തിൽ കുറച്ചു കാലങ്ങളായിട്ട് തൊണ്ണയിൽ പുഴുത്താൽ കീപ്പോട്ടിറക്കാം എന്ന രീതിയിലായിരുന്നു ചില കാര്യങ്ങളെല്ലാം. പക്ഷേ നാട് ഇരുട്ടായി തുടങ്ങിയതോടെ കുമാരമംഗലത്തിന്റെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പഞ്ചായത്ത് പ്രസിഡന്റ് ഓഫീസിൽ കയറി തന്നെ കാര്യങ്ങൾ ചോദിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റിനെ രക്ഷപ്പെടുത്താൻ തൽക്കാലം വൈസ് പ്രസിഡന്റ് സിബിൻ വർഗീസും റൂമിൽ എത്തിയെങ്കിലും നാടിനോട് കാട്ടുന്ന നിരുത്തരവാദമായ നിലപാടുകൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറുപടിയില്ലാതെയായി. പോസ്റ്റിന്റെ നമ്പർ വെച്ച് എഴുതി തരാൻ പറഞ്ഞു. ഞാൻ എഴുതി തരില്ല പറഞ്ഞു. ചെയ്യാൻ പാടില്ല. ഇത് എത്ര പെട്ടെന്ന് ഇടാന്ന് നിങ്ങൾക്ക് പഠിച്ചിട്ട് ഇപ്പൊ തന്നെ പറയാൻ പറ്റൂ. കമ്മിറ്റി കൂടി കൊണ്ടതേ കമ്മിറ്റിയിൽ അതിനനുസരിച്ചുള്ള ഏറ്റവും പറഞ്ഞത് ഞാൻ പറയട്ടെ. ലേറ്റ് ഇപ്പോ ഡാമിന്റെ ലേറ്റ് കിടക്കുന്നത് പറഞ്ഞു. 30 ദിവസമായി ലേറ്റ് അതിനകത്തോണ്ട് വെച്ചേക്കോ. അതുകൊണ്ട് എന്തോ ഉപകാരം ഇരിക്കുന്നത് എന്ന് ചെയ്യും. എന്തായാലും ഡിവൈഎഫ്ഐയുടെ പിള്ളേർ പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ട് പണി ചെയ്യിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. ജൂൺ 25 മെയ് 15 2024-25 വർഷത്തെ മുഴുവനും മെയിൻ്റനൻസ് വർക്കുകൾ തീർത്തു കൊടുത്തുകൊള്ളാമെന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തു. ഓടുന്ന പശുവിന് ഒരു മുഴം കയർ മുന്നേറിയുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ മുന്നിൽ പഞ്ചായത്ത് പ്രസിഡന്റിന് മറ്റു മാർഗങ്ങൾ ഒന്നുമില്ലായിരുന്നു. ഏറെ കാലങ്ങളായിട്ട് കുമാരമംഗലം പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളും ഇരുട്ടിലാണ്. വാർഡ് മെമ്പർമാർ ഉൾപ്പെടെ നിരവധി പേർ പരാതികൾ പറഞ്ഞിട്ടും 2024-25 പദ്ധതികൾ തീരാറായിട്ടും നടപടികൾ ഇല്ലാത്തത് മൂലമാണ് പഞ്ചായത്ത് പ്രസിഡന്റിനെ ഉപരോധിച്ചത്. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി റിപ്പോർട്ടിംഗ് കുമാരമംഗലത്തു നിന്നും കെ വിജയൻ.